ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ വെട്ടുകാട് ചർച്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓരോ പ്ലേസിൻ്റെയും ചരിത്രങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ വെട്ടുകാട് പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. റോമിലെ പുരാതന പള്ളികളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന പള്ളിയാണ് വെട്ടുകാട്. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിന് 2.5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ ചർച്ചാണ് മാതൃദേ ദേവൂസ് ദേവാലയം അഥവാ വെട്ടുകാട് പള്ളി. ട്രിവാൻഡ്രം ലത്തീൻ അതിരൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട്. ഭാരതത്തിന്റെ 2ാം അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാദസ്പർശം ഏറ്റ അനുഗ്രഹീതമായ പുണ്യഭൂമിയായി വെട്ടുകാട് വിശ്വസിക്കപ്പെടുന്നു. പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുൻപ് തന്നെ വെട്ടുകാടിൽ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും അവിടെ ഒരു ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട്. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിന്റെയും ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാതൃദേ ദേവൂസ് എന്ന നാമമാണ് ചർച്ചിന് നൽകിയിരിക്കുന്നത്. ഈ പദങ്ങളുടെ അർത്ഥം ദൈവത്തിന്റെ അമ്മ എന്നാണ്. കന്യകാമറിയത്തിന്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ വെട്ടുകാട് മാതാവിന്റെ പള്ളിക്ക് 500 വർഷത്തോളം പഴക്കമുള്ളതായി പറയപ്പെടുന്നു. 1942 ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത്. ഇടവക അംഗമായ റവറന്റ് ഫാദർ CM ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ക്രിസ്തുരാജ സ്വരൂപം ഇടവകയ്ക്ക് സമർപ്പിച്ചത്. ആദ്യം ദേവാലയത്തിനകത്തായിരുന്ന തിരുസ്വരൂപം 2 വർഷത്തിനു ശേഷമാണ് അന്നത്തെ കൊച്ചി മെത്രാനായിരുന്ന റവറന്റ് ഡോക്ടർ ജോസ് അൽവർണസ് ആണ് ഇപ്പോൾ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെഞ്ചരിച്ച് പ്രതിഷ്ഠ നടത്തിയത്. എല്ലാ വർഷവും ലത്തീൻ ആരാധന ക്രമവർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായാണ് വെട്ടുകാട് അറിയപ്പെടുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വളരെ വിപുലമായും ആഘോഷവുമായാണ് കൊണ്ടാടുന്നത്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് അന്നേ ദിവസം ഇവിടെ എത്താറുള്ളത്. കൂടാതെ 1980 അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ സ്റ്റീഫനാണ് ഇവിടെ പാദപൂജ ആരംഭിച്ചത്. എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്തുരാജ സന്നിധിയിൽ നടത്തുന്ന പാദപൂജയിൽ നിരവധി പേർ ക്രിസ്തുരാജന് അനുഗ്രഹം തേടി എത്താറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും വെയിറ്റ് ആൻഡ് സീ.